എന്താ പെട്ടെന്ന് ഇത്ര ഒരു ശാന്തത എന്ന് കരുതി അവൻ പുറകോട്ട് തിരിഞ്ഞു നോക്കിയതും തൻ്റെ അച്ഛനെ കണ്ട് അവൻ്റെ നെഞ്ച് ഭയം കൊണ്ട് പിടഞ്ഞു. ഡാഡ്, അത് കാർത്തിക് എന്തെങ്കിലും പറഞ്ഞൊതുക്കി തീർക്കാൻ നോക്കുന്നതിന് മുമ്പ് തന്നെ രാഘവയെ ദേഷ്യത്തോടെ വിരൽ ചൂണ്ടി അവനെ തടഞ്ഞു. ശരിക്കും എന്താടാ ഇവിടെ നടക്കുന്നത്? കല്യാണം കഴിഞ്ഞ് ആദ്യ ദിവസം തന്നെ അവളെ എന്തിനാ നീ വെളിയിലേക്ക് തള്ളിവിട്ടത്? അദ്ദേഹം ഇത്രയും ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത് ആദ്യമായി കാണുന്നത് കൊണ്ട് സാഹിത്യ ഭയന്ന് വിറക്കുകയായിരുന്നു. നിങ്ങൾ ഞങ്ങളെ തെറ്റിദ്ധരിച്ചതാണ് എന്ന് കാർത്തിക് പറയാൻ തുടങ്ങിയതും രാഘവയെ അവനെ കേൾക്കാൻ കൂട്ടാക്കാതെ ദേഷ്യപ്പെടാൻ ആഞ്ഞു. പക്ഷേ ലളിതമ്മ എവിടെയെങ്കിലും ഉണരുമോ എന്ന ഭയന്ന് അദ്ദേഹം ശബ്ദം താഴ്ത്തി ചോദിച്ചു. നീ ഒരക്ഷരം മിണ്ടിപ്പോകരുത് കാർത്തിക്. ഈ വിഷയം നിന്റെ അമ്മയുടെ അടുത്തെത്തിനു മുമ്പ് കാർത്തിക് പറഞ്ഞ രാഘവയെ ഇനി കേൾക്കില്ലെന്ന് മനസ്സിലായതുകൊണ്ട് സാഹിത്യക്ക് തന്നെ ഇടപെടേണ്ടി വന്നു. അച്ഛാ പ്ലീസ്, ദേഷ്യപ്പെടാതെ. ഞങ്ങൾ പറയുന്നതൊന്ന് കേൾക്കൂ. അവൻ എന്നെ തള്ളിവിട്ടു എന്ന് ഞാൻ വെറുതെ ഒരു തമാശക്ക് പറഞ്ഞതാണ്. എൻ്റെ ഭർത്താവിനെ ചുമ്മാ എന്ന് കളിപ്പിക്കാൻ വേണ്ടി. രാഘവയെ സംശയത്തോടെ കണ്ണുകൾ ചുരുക്കി അവളെ നോക്കി. അങ്ങനെയാണെങ്കിൽ കിടക്കാൻ വേണ്ടി നീ എന്തിനാ മോളെ ഇങ്ങോട്ട് വന്നത്? അദ്ദേഹത്തിൻ്റെ ആ ചോദ്യത്തിന് മുന്നിൽ സാഹിത്യക്ക് മറുപടിയില്ലാതെ തൊണ്ട വരണ്ടുപോയി. ഞാൻ ചുമ്മാ വന്നെന്നുള്ളൂ. ഇനി ഞങ്ങൾ പോയി കിടക്കട്ടെ അച്ഛ എന്ന് പറഞ്ഞ് അവൾ കാർത്തിക്കിന് ഒരാംഗ്യം കാണിച്ച് ഉടനെ തന്നെ അവർ രണ്ടുപേരും അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. എന്നാൽ രാഘവയ്യ മാത്രം അവിടെ നിന്ന് അനങ്ങിയില്ല. അദ്ദേഹം മനസ്സിൽ ഇങ്ങനെ സംശയിച്ചു. ഒരു പക്ഷേ സാഹിത്യ പറഞ്ഞത് സത്യമാണെങ്കിൽ ശരി, അതല്ലെങ്കിൽ ആ സത്യം ഞാൻ എങ്ങനെയെങ്കിലും പുറത്തെടുക്കും. അവൾ നേരെ മുറിയിലേക്ക് വന്നു. താൻ കട്ടിലിൽ കിടക്കില്ലെന്ന് മനസ്സിൽ ഉറപ്പിക്കുന്നതിനിടയിലാണ് കാർത്തിക് അവൾക്ക് പിന്നാലെ മുറിയിലേക്ക് വന്നത്. അവൻ മുറിയുടെ വാതിലുകൾ അടച്ചു കട്ടിലിനടുത്തേക്ക് ചെന്ന് ബെഡ്ഷീറ്റൊക്കെ വൃത്തിയായി വിരിച്ചു തലയിണകളെല്ലാം നേരെയാക്കി വെച്ചു. നീ കട്ടിലിൽ കിടന്നോളൂ എന്നവൻ പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ അവൾ അവൻ്റെ വാക്ക് തടസ്സപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു. ഞാൻ നിന്റെ കൂടെ കിടക്കില്ല. അത് കേട്ട് അവൻ വിഷമത്തോടെ മുഖം മാറ്റി. ഒരു 2 സെക്കൻഡ് അവിടെ ഒരു നിശബ്ദത പടർന്നു. ഞാൻ സോഫയിൽ കിടന്നോളാം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ സോഫ കടുത്തേക്ക് നീങ്ങി. സോഫയിൽ കിടക്കേണ്ട കാര്യമുണ്ടോ? എന്തിനാ അത്രയും കഷ്ടപ്പെടുന്നത്? നിന്റെ ശരീരത്തിന് ആ സോഫ ഒട്ടും തികയില്ല. അങ്ങനെയെങ്കിൽ ഞാൻ ഇതിലൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കാം. നീ എന്നെ കല്യാണം കഴിച്ചപ്പോൾ മുതൽ നീ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് എന്നോടൊപ്പം ഒറ്റക്ക് കഴിഞ്ഞതല്ലേ? ഇപ്പോൾ ഇത് എൻ്റെ ഊഴമാണ്. ഞാനും അതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. അവൻ്റെ കണ്ണുകളിൽ എന്തോ ഒരു അജ്ഞാതമായ സങ്കടം അവൾക്ക് കാണാൻ കഴിഞ്ഞു. പക്ഷെ അവൾ പെട്ടെന്ന് തന്നെ മുഖം തിരിച്ചു. അവൻ്റെ ഭാഗത്തേക്ക് പിന്നെ ഒട്ടും നോക്കാതെ നേരെ ബെഡിലേക്ക് പോയി കിടന്നു. അവൾ ബ്ലാങ്കറ്റ് മുതൽ കാൽ മുതൽ തലവരെ പുതച്ചു മൂടിക്കിടന്നു. അടുത്ത ദിവസം പിറ്റേന്ന് രാവിലെ പതിവ് പോലെ സാഹിത്യ നേരം പുലരും മുമ്പേ എഴുന്നേറ്റു. കാർത്തിക് അവൾക്ക് മുമ്പേ എഴുന്നേറ്റ് കയ്യിൽ കാപ്പിയുമായി അവളുടെ ബെഡിന് അരികിൽ തന്നെ കാത്തു നിൽക്കുകയായിരുന്നു. ഗുഡ് മോർണിംഗ് സാഹിത്യ, നിനക്ക് വേണ്ടി ഞാൻ കാപ്പി ഉണ്ടാക്കിയതാണ്, കുടിക്കൂ എന്നവൻ ചിരിച്ചുകൊണ്ട് അവൾക്ക് കാപ്പി നേരെ നീട്ടി. എന്നാൽ അവൾ ആ കാപ്പി വാങ്ങിയില്ല. അവൾ കട്ടിലിൽ നിന്നും താഴെ ഇറങ്ങി. അവൻ അവളുടെ അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു. സാഹിത്യ, ഒന്ന് നിന്നേ, ഈ കാപ്പി കൊടുക്ക്, നിന്റെ മൈൻഡ് ഒന്ന് ഫ്രഷ് ആകും. അവൻ സംസാരിക്കുമ്പോൾ അവൾ അവനെ ഒട്ടും വകവെക്കാതെ പല്ല് തേക്കാനായി ബാത്റൂമിലേക്ക് നടന്നു. അവൻ വീണ്ടും അവളെ വിളിച്ചു. അതോടെ അവളുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. അവൻ കയ്യിൽ പിടിച്ചിരുന്ന കാപ്പി വാങ്ങി അവൾ നിലത്തടച്ചു. എന്നിട്ട് ദേഷ്യത്തോടെ ആക്രോശിച്ചു. വാട്ട് സാഹിത്യ, ഞാൻ നിന്നെ ഇത്രത്തോളം അകറ്റി നിർത്തുമ്പോൾ നിനക്കത് മനസ്സിലാകുന്നില്ലേ? അവളുടെ വാക്കുകൾ കാറ്റിൽ പറന്നുവന്ന് തൻ്റെ നെഞ്ചു പിളർക്കൊണ്ടായി അവന് തോന്നി. പക്ഷെ അവൻ ആ വിഷമം മുഖത്ത് കാണിച്ചില്ല. സ്വന്തം വേദന പുറത്തു കാണിക്കുന്നതിനേക്കാൾ അവളെ ശാന്തനാക്കാനാണ് അവൻ ആഗ്രഹിച്ചത്. എന്നെ ക്ഷമിക്ക് സാഹിത്യ, ഞാൻ എൻ്റെ കൈകൊണ്ടുണ്ടാക്കിയ കാപ്പിയുടെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നിനക്കൊന്ന് കാണിച്ചു തരാൻ വിചാരിച്ചതേയുള്ളൂ, അവൻ പറഞ്ഞു. എന്നാൽ അവൾ ഒട്ടും താല്പര്യമില്ലാത്ത ഭാവത്തോടെ പറഞ്ഞു. ദഹിച്ചു മരിക്കുന്നതാണ് ഭേദം, അല്ലാതെ നിന്നെ പോലൊരുത്തൻ ഉണ്ടാക്കിയ കാപ്പി കൊടുക്കുന്നതിനേക്കാൾ. അതും പറഞ്ഞവൾ ദേഷ്യത്തോടെ അവിടെ നിന്ന് ബാത്റൂമിലേക്ക് കയറി വാതിൽ ശക്തിയായി അടച്ചുപൂട്ടി. കാർത്തികിൻ്റെ മനസ്സ് സങ്കടം കൊണ്ട് തകർന്നുപോയി. അവൻ നിലത്ത് മുട്ടുകുത്തി ഇരുന്ന് ഉടഞ്ഞുപോയ കാപ്പി മഗ്ഗിൻ്റെ കഷ്ണങ്ങളിലേക്ക് നോക്കി. അവൻ്റെ കണ്ണുകൾ നിറയാൻ തുടങ്ങി. താൻ എന്തിനാണ് കരയുന്നതെന്ന് അയാൾക്ക് ഇപ്പോൾ മനസ്സിലാകുന്നുണ്ടായിരുന്നു. ഞാൻ എന്താണ് ഇപ്പോൾ കരയുന്നത്? ഇതിനെല്ലാം ഞാൻ അർഹൻ തന്നെയല്ലേ? എനിക്ക് ഇങ്ങനെ തന്നെ സംഭവിക്കണം. അവൾ എന്നെ ശിക്ഷിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. ഞാനത് അർഹിക്കുന്നുണ്ട്. ഇപ്പോൾ എനിക്കത് നന്നായി മനസ്സിലാകുന്നുണ്ട്. ഞാൻ അവളെ അവഗണിച്ചപ്പോഴൊക്കെ അവൾ അതൊക്കെ എങ്ങനെ സഹിച്ചു എന്ന് അയാൾ സ്വയം ചിന്തിച്ചു. അല്പം കഴിഞ്ഞപ്പോൾ സാഹിത്യ ജോലി ചെയ്യാനായി താഴേക്ക് വന്നു. പക്ഷെ അപ്പോഴേക്കും അവിടെ രാഘവയും ലളിതമ്മയും ഒരുമിച്ച് TV നോക്കിക്കൊണ്ട് തമാശകൾ പറഞ്ഞു ചിരിക്കുകയായിരുന്നു. കാർത്തികും അവരുടെ അടുത്ത് തന്നെ മുഖം ഒരുമാതിരി വെച്ച് വിഷമത്തോടെ ഇരിപ്പുണ്ടായിരുന്നു.
അവൾ തൻ്റെ പുരുകങ്ങൾ ചുളിച്ചുകൊണ്ട് ചുറ്റും നോക്കി. വീട് മുഴുവൻ വളരെ വൃത്തിയായി കിടക്കുന്നു. എവിടെയുള്ള സാധനങ്ങൾ അവിടെ തന്നെ കൃത്യമായി ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ആരാണ് ചെയ്തതെന്ന് അവൾക്ക് മനസ്സിലായില്ല. മറ്റു രുചികരമായ ബ്രേക്ക്ഫാസ്റ്റ്. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. കാർത്തിക് ഇതുവരെ കഴിച്ചില്ല. നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്, രാഘവയ്യ പറഞ്ഞു. ഞാൻ പാചകം ചെയ്തില്ലല്ലോ, പിന്നെ ആരാണ് ഇതുണ്ടാക്കിയത് എന്ന് ചോദിച്ചപ്പോൾ ഞാനാണ് ഉണ്ടാക്കിയത് മാഡം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വേലക്കാരി അടുക്കളയിൽ നിന്ന് പുറത്തു വന്നു. അവർക്ക് കാണാൻ ഏകദേശം 55 വയസ്സ് തോന്നിപ്പിക്കും. മനമ്മ, നീ ആ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൽ എടുത്തു വെക്കൂ എന്ന് രാഘവയ്യ അവളോട് പറഞ്ഞു. അതിന് മങ്കമ്മ തലയാട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോയി. ഇനി മുതൽ അവൾ മാത്രമായിരിക്കും വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കുക. അവൾ മാത്രമല്ല, വൈകുന്നേരമായപ്പോഴേക്കും വേറെയും ചില പണിക്കാർ വന്ന് ജോലി ചേരും. നീ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ബാക്കിയെല്ലാം അവർ നോക്കിക്കോളും. നിനക്ക് നന്നായി റെസ്റ്റ് എടുക്കാം എന്നവൻ പറയുമ്പോൾ അവൾക്ക് മനസ്സിന് ചെറിയൊരു ആശ്വാസം തോന്നി. വീട്ടിലെ ഭാരം കുറഞ്ഞല്ലോ എന്ന്. പക്ഷെ തൻ്റെ മുഖത്തുണ്ടായ ആ ചെറിയൊരു ആശ്വാസം അവനൊട്ടും കാണിച്ചു കൊടുക്കാതെ ഓ ശരി എന്ന മട്ടിൽ അവൾ മുഖം മാറ്റി. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം വാ സാഹിത്യ എന്നവൻ വിളിച്ചു. എന്നാൽ അവൾ തൻ്റെ ശബ്ദം താഴ്ത്തി അവന് മാത്രം കേൾക്കാവുന്ന രീതിയിൽ സംസാരിച്ചു. ഞാൻ നിങ്ങളുടെ കൂടെ ഇരുന്ന് കഴിക്കില്ല സാഹിത്യ, പ്ലീസ്. ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം എന്ന് മാത്രമല്ലേ ഉള്ളൂ. വാ, പോരാത്തതിന് അമ്മ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട്. കാർത്തിക് പേടിയോടെ അവളെ നോക്കി രഹസ്യമായി മന്ത്രിച്ചു. നിങ്ങളുടെ അമ്മ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ് എന്നെക്കൊണ്ട് നിങ്ങളുടെ കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിപ്പിക്കാൻ നോക്കണ്ട. പിന്നെ എൻ്റെ കാര്യങ്ങളിൽ നിന്ന് ദൂരെ നിൽക്കും മിസ്റ്റർ കാർത്തിക്. നിങ്ങളുടെ സ്വന്തം കാര്യം നോക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവിടെ നിന്ന് നടന്നുപോയി. കാർത്തിക് ആകട്ടെ തൻ്റെ മാതാപിതാക്കൾക്ക് യാതൊരു സംശയവും തോന്നാത്ത രീതിയിൽ ഒരു കള്ളച്ചിരി ചിരിച്ചുകൊണ്ട് സാഹിത്യ പോയ വഴിയെ നോക്കി നിന്നു. ദിവസങ്ങൾ കടന്നു പോകുന്തോറും കാർത്തികിനോട് സാഹിത്യ അകൽച്ചയിലാണ് പെരുമാറിക്കൊണ്ടിരുന്നത്. പണ്ടവൻ അവളോട് എങ്ങനെയാണ് പെരുമാറിയത് അതേപോലെ തന്നെയാണ് ഇപ്പോൾ അവൾ അവനോടും പെരുമാറുന്നത്. പക്ഷേ കാർത്തിക് അവളുടെ ദേഷ്യവും അവഗണനയും എല്ലാം വളരെ ക്ഷമയോടെ സഹിക്കുകയാണ്. എല്ലാം ശരിയാകാൻ അവൻ തൻ്റെ പരമാവധി ശ്രമിക്കുന്നുണ്ട്. എങ്കിലും അവൻ എത്രയൊക്കെ ശ്രമിച്ചാലും അതിന് പകരമായി അവന് കിട്ടുന്നത് മുഴുവൻ അപമാനങ്ങളും സങ്കടം ഉണ്ടാക്കുന്ന വാക്കുകളും മാത്രമാണ്. കാര്യങ്ങൾ ശരിയാക്കാൻ കാർത്തിക് നടത്തുന്ന ശ്രമങ്ങളെല്ലാം അവനെ കൂടുതൽ സങ്കടപ്പെടുത്താൻ മാത്രമേ ഉപകരിക്കുന്നുള്ളൂ. മാനസികമായി അവൻ അത്രമാത്രം വിഷമത്തിനും പരാജയഭീതിയിലുമായി കഴിഞ്ഞു. അതിനിടയിൽ സംസാരിച്ചു കൊണ്ട് സാഹിത്യ മുകളിലത്തെ നിലയിലേക്ക് വന്നു. കയ്യിൽ മരുന്നുണ്ടായിരുന്നു. രാഘവയ്യയും ലളിതമ്മയും അവിടെ ഇരുന്ന് എന്തോ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അമ്മേ, നിങ്ങൾ മരുന്ന് കഴിക്കേണ്ട സമയം കഴിഞ്ഞു. ഇന്ന് നമുക്കിത് ഒഴിവാക്കിക്കൂടെ? ലളിതമ്മ ചോദിച്ചു. അയ്യോ ഇല്ല അമ്മേ, അങ്ങനെ ചെയ്യാൻ പാടില്ല. ഞാൻ മരുന്ന് വായിൽ വെച്ചു തരാം. അപ്പോഴാണ് കാർത്തിക് അങ്ങോട്ട് വന്നത്. വന്നയുടൻ അവൻ ആ സന്തോഷ വാർത്ത അറിയിച്ചു. പിന്നെ അമ്മേ, ഒരു പ്രധാന കാര്യം, വൈകാതെ ഞങ്ങളുടെ മരുമകൾ ഞങ്ങളുടെ കമ്പനിയുടെ പുതിയ CEO ആകാൻ പോവുകയാണ്. എല്ലാവരും അത് കേട്ട് അത്ഭുതപ്പെട്ടു. പക്ഷെ സാഹിത്യ തികച്ചും ആശയക്കുഴപ്പത്തോടെയാണ് നോക്കിയത്. ശരിക്കും? രാഘവയ്യ ചോദിച്ചു. അതെ ഡാഡ് എന്ന് കാർത്തിക് മറുപടി പറയാൻ തുടങ്ങിയപ്പോഴേക്കും അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് സാഹിത്യ പറഞ്ഞു. അവൾക്ക് ആ ഓഫർ ഒട്ടും ഇഷ്ടപ്പെട്ടിരുന്നില്ല. സാഹിത്യ പ്ലീസ്, ഇതൊന്ന് സമ്മതിക്ക്. അത് കാണാൻ എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. അവൻ പറഞ്ഞു നിർത്തിയപ്പോഴേക്കും സാഹിത്യത്തെ നിരസിക്കാൻ ഒരുങ്ങി. പക്ഷെ പെട്ടെന്ന് ലളിതമ്മ ഇടപെട്ടുകൊണ്ട് പറഞ്ഞു. നിനക്കെന്താ സാഹിത്യ അങ്ങനെ തോന്നാൻ? കാർത്തിക് എപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ടാകും. അതുകൊണ്ട് നീ ഒന്നിനെക്കുറിച്ചും ആലോചിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. ലളിതമ്മ വിചാരിച്ചത് സാഹിത്യക്ക് എന്തോ ഭയം കൊണ്ടാണെന്നാണ്. എന്നാൽ സാഹിത്യയുടെ മനസ്സിൽ മറ്റു ചില കാരണങ്ങളുണ്ടായിരുന്നു. എനിക്കതിനുള്ള യാതൊരു യോഗ്യതയുമില്ല അമ്മേ. എനിക്കിത് വേണ്ട. ദയവ് ചെയ്ത് എന്നെ ഇതിൽ നിന്നും ഒഴിവാക്കൂ എന്ന് പറഞ്ഞ് സാഹിത്യ വേഗത്തിൽ നിന്ന് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അവൾ പോകുന്നത് നോക്കി നിന്ന കാർത്തികിൻ്റെ കണ്ണുകളിലെ സങ്കടം ലളിതമ്മ ശ്രദ്ധിച്ചു. അപ്പോഴാണ് അവൻ്റെ അച്ഛൻ ചോദിച്ചത്. സാഹിത്യനെ CEO ആക്കണമെന്ന് നീ എന്തുകൊണ്ടാണ് തീരുമാനിച്ചത്? നിന്റെ ഭാര്യയ്ക്ക് വേണ്ടി നിന്റെ ഈ പദവി നീ കളയുകയാണോ? CEO ആകണമെന്ന് നിന്റെ എത്ര കാലത്തെ സ്വപ്നമായിരുന്നു. അതെല്ലാം നീ മറന്നു. സാഹിത്യ ജീവിതത്തിൽ വിജയിക്കുന്ന കാണാനാണ് അച്ഛ എനിക്കിഷ്ടം. അവൾക്ക് പോലും അറിയാത്ത ഒരുപാട് കഴിവുകൾ അവളിലുണ്ട്. എൻ്റെ ഭാര്യ CEO ആകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് തെറ്റാണോ? അതിൽ യാതൊരു തെറ്റുമില്ല. നീ ചെന്ന് അവളോട് സംസാരിച്ച് സമ്മതിപ്പിക്കാൻ നോക്ക്. പക്ഷെ അവൾക്കതിൽ താല്പര്യമില്ലെങ്കിൽ പിന്നെ നിർബന്ധിപ്പിക്കരുത്, അമ്മ പറഞ്ഞു. കാർത്തിക് അല്പം മടിയോടെ തലയാട്ടി. സാഹിത്യയുടെ അടുത്തേക്ക് നടന്നു. സാഹിത്യ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കി. കാർത്തിക് മുറിയിലേക്ക് കടന്നു വന്നുകൊണ്ട് സാഹിത്യ, നിനക്ക് സ്വന്തമായി പഠിച്ചെടുത്ത അറിവും കഴിവുകളുമുണ്ട്. പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള മിടുക്ക് നിനക്ക് ജന്മന തന്നെയുള്ളതാണെന്ന് 100-ലധികം തവണ ഞാൻ കണ്ടിട്ടുള്ളതാണ്. നിനക്കായി ഞാൻ ഏറ്റവും മികച്ച ട്യൂട്ടർമാരെ ഏർപ്പാടാക്കാം. നിനക്ക് ഇതിനകം തന്നെ വിദ്യാഭ്യാസമുള്ളത് അമ്മ നൽകിയൊരു വലിയ പ്ലസ് പോയിന്റാണ്. നീ എൻ്റെ കൂടെ ഓഫീസിലേക്ക് വാ.
മാനേജ്മെൻറ്റിലും മീറ്റിങ്ങുകളിലും ലീഡർഷിപ്പിലും എല്ലാത്തിലും നിനക്ക് ട്രെയിനിങ് തരാം. ബാക്കി സർട്ടിഫിക്കറ്റുകളുടെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ സാഹിത്യ പെട്ടെന്ന് ദേഷ്യപ്പെട്ട് സംസാരിച്ചു. എനിക്ക് നിങ്ങളുടെ ദയൊന്നും ആവശ്യമില്ല കേട്ടോ. ഇത് ദയയല്ല. ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ അടുത്ത ഘട്ടത്തിൽ തങ്ങളുടെ വിദ്യാഭ്യാസ യാത്ര വിജയകരമായി തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ കാരണം കൊണ്ട് നീ ഈ അവസരം വേണ്ടെന്ന് വെക്കരുത്. ഞാൻ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഞാനത് തിരുത്താൻ ശ്രമിക്കുകയാണ്. നീ CEO പദവിക്ക് മാത്രമല്ല എല്ലാത്തിനും യോഗ്യതയാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്തുകൊണ്ടാണ് ഡിവോഴ്സ് നേടാൻ കഴിയാത്തത്? അവൾ വിവാഹമോചനത്തെക്കുറിച്ച് ചോദിച്ചതും കാർത്തിക് ഒന്ന് ഞെട്ടി. അവൾ അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോഴൊക്കെ അത് ഏത് നിമിഷവും സംഭവിച്ചേക്കാം എന്ന ഭയം കൊണ്ടവൻ ഉള്ളിൽ പേടിച്ചു. ഇപ്പോൾ അമ്മക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഏകദേശം എല്ലാം ഓക്കെ ആയില്ലേ? ഞാൻ നാളെ തന്നെ അവരോട് എല്ലാം തുറന്നു പറയും. എന്നിട്ട് ഡിവോഴ്സിന് അപ്ലൈ ചെയ്യാനും പോവുകയാണ്. ഇനി ഞാൻ ഇവിടെ നിന്ന് പോകുന്നതിനെ തടയാൻ ആർക്കും കഴിയില്ല. ഇതെൻ്റെ അവസാനത്തെ തീരുമാനമാണ്. അത്രയും കേട്ടതും കാർത്തിക് തലയൊന്ന് താഴ്ത്തി അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അത് കണ്ടതും ഒരു നിമിഷം കൊണ്ട് അവരുടെ മുഖത്തെ ദേഷ്യം മാറി പകരം വല്ലാത്തൊരു ആകുലത നിറഞ്ഞു. ഞാൻ അവനെ അത്രമാത്രം വിഷമിപ്പിച്ചോ? കാർത്തിക് ഒന്നും മിണ്ടാതെയാണല്ലോ പോയത്. എന്താണ് അവൻ ഇതൊക്കെ ഇങ്ങനെ സഹിക്കുന്നത്? എനിക്ക് നിന്നെ വേണ്ട എന്നവന് എന്നോട് അങ്ങോട്ട് പറയാമല്ലോ. എന്തിനാ ഇങ്ങനെ എല്ലാം സഹിച്ച് അപമാനങ്ങളെല്ലാം വാങ്ങി മിണ്ടാതിരിക്കുന്നത്? ഡിവോഴ്സ് തന്നിട്ട് അവനിഷ്ടമുള്ള ഏതെങ്കിലും പെൺകുട്ടിയെ കല്യാണം കഴിച്ചുകൂടെ? അടുത്ത ദിവസം രാവിലെ സാഹിത്യം നല്ല ഉറക്കത്തിലായിരുന്നു. ആരോ അവളുടെ തോളിൽ തട്ടിപ്പിടിച്ചു. പതിയെ പോലെ അത് കാർത്തിക് ആയിരുന്നുവെന്ന് ഉറപ്പിച്ചുകൊണ്ട് അവൻ എന്തിനാ എന്നെ തൊടാൻ വരുന്നത് എന്ന ദേഷ്യത്തോടെയാണ് അവൾ ഉണർന്നത്. പക്ഷേ ലളിതമ്മയുടെ പരിഭ്ര നിറഞ്ഞ മുഖം കണ്ടതും അവൾ ആകെ കൺഫ്യൂഷനായി എഴുന്നേറ്റ് നിന്നു. എന്താ പറ്റിയ അമ്മേ? വല്ല വയ്യായികയുമുണ്ടോ? ലളിതമ്മ മറുപടി പറയാൻ കഴിയാത്ത ടെൻഷനിലാണ്. അപ്പോഴാണ് അച്ഛൻ രാഘവയും അലിഞ്ഞു മുറിയ മുഖത്തോടെ പരിഭ്രമിച്ച് അകത്തേക്ക് കയറി വന്നത്. കാർത്തിക് ഇന്നലെ രാത്രി പുറത്തേക്ക് പോയതാണ്. ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. ഞാൻ അവൻ്റെ കൂട്ടുകാരൊക്കെ വിളിച്ചു നോക്കി, പക്ഷെ ആർക്കും ഒന്നിനെക്കുറിച്ചും ഒരു വിവരവുമില്ല. എനിക്ക് ആകെ പേടിയാകുന്നു. സാഹിത്യയുടെ മനസ്സിലും ആ നിമിഷം വലിയൊരു ആദി കയറി വന്നു. പക്ഷെ അവൾ മറ്റുള്ളവരുടെ മുന്നിൽ കാട്ടിയില്ല. അവളുടെ ഉള്ളിലെ പരിഭ്രമം മറച്ചു വെച്ചുകൊണ്ട് അവൾ അവരെ ആശ്വസിപ്പിച്ചു. കാർത്തികിനൊന്നും സംഭവിക്കില്ല. നിങ്ങൾ ദയവായി സമാധാനമായിരിക്കൂ. ഒരുപാട് ആലോചിച്ച് വിഷമിക്കേണ്ട. നമുക്ക് അവൻ്റെ നമ്പറിലേക്കൊന്ന് വിളിച്ചു നോക്കാം. അത് കേട്ടതും ലളിതമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. കാർത്തിക് അവൻ്റെ ഫോൺ ഇവിടെ വീട്ടിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഫോണില്ലാതെ അവൻ സാധാരണ എങ്ങോട്ടും പോകാറില്ലാത്തതാണ്. അർദ്ധരാത്രി ഇറങ്ങിപ്പോയവനാണ്. ഇപ്പോഴും ഒരു വിവരവുമില്ല. എൻ്റെ മോൻ എന്തെങ്കിലും സംഭവിച്ചാൽ അത് താങ്ങാനുള്ള ശേഷി ഈ അമ്മയ്ക്കില്ല. അവർ പൊട്ടിക്കരഞ്ഞു. പ്ലീസ് അമ്മ, കരയാതിരിക്കൂ. അവൻ എവിടെയാണെങ്കിലും അവനെ തിരികെ കൊണ്ടുവരേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്, അവൾ ഉറപ്പിച്ചു പറഞ്ഞു. അച്ഛ, അമ്മയെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിക്കോളൂ. ഞാൻ കാർത്തികിനെ അന്വേഷിക്കട്ടെ. ലളിതമ്മയെ അദ്ദേഹം നിർബന്ധിച്ച് തലയാട്ടിച്ചു കൂടെ കൊണ്ടുപോയി. അവളുടെ മനസ്സ് അസ്വസ്ഥമായി. ഞാൻ സത്യം പറഞ്ഞു പോകുമോ എന്ന് പേടിച്ചിട്ടാണോ അവൻ എങ്ങോട്ടെങ്കിലും പോയത്? അതോ അവന് ശരിക്കും എന്തെങ്കിലും പറ്റിയോ? അവൾ വേഗം തയ്യാറായി കാർത്തിക്കിൻ്റെ ഡ്രൈവറുടെ സഹായത്തോടെ പുറപ്പെട്ടു. സാധാരണയായി കാർത്തിക് എവിടെയൊക്കെയാണ് പോകാറുള്ളതെന്ന് ചോദിച്ചറിഞ്ഞ് ഡ്രൈവർ അവളെ ഒരുപാട് സ്ഥലങ്ങളിൽ കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ഉണ്ടായിരുന്ന ബിസിനസ്സുകാരെല്ലാം അവൻ്റെ കൂട്ടുകാരെയുമൊക്കെ അവൾ കണ്ടു സംസാരിച്ചു. പക്ഷെ പോയിടത്തെല്ലാം അവൾക്ക് നിരാശയായിരുന്നു ഫലം. കാർത്തികിനെ കുറിച്ച് ആർക്കും ഒരു വിവരമില്ലെന്നായിരുന്നു എല്ലാവരും പറഞ്ഞത്. പക്ഷെ അവരെല്ലാം ഒരേ കാര്യം ഒരുപോലെ പറഞ്ഞു. അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ വിജയ്ക്ക് മാത്രമേ കാർത്തിക്കുമായി അടുത്ത ബന്ധമുള്ളൂ എന്നും കാർത്തിക്കിൻ്റെ എല്ലാ വിവരങ്ങളും അവൻ പറഞ്ഞു തരുമെന്നും. അത് കേട്ടതും ഒട്ടും സമയം കളയാതെ അവൾ വിജയിനെ കാണാനായി ഓഫീസിലേക്ക് പോയി. വെറും 15 മിനിറ്റ് കൊണ്ട് അവൾ ഓഫീസിലെത്തി. വിജയിൻ്റെ ക്യാബിൻ എവിടെയാണെന്ന് ചോദിച്ച് മനസ്സിലാക്കി അങ്ങോട്ട് നടക്കുമ്പോൾ വഴിയിൽ അവളൊരു മറ്റൊരു ക്യാബിൻ കണ്ടു. അവൾ എന്തിനാണെന്നറിയില്ല, പെട്ടെന്ന് അവിടെ നിന്ന് പോയി. താൻ അറിയാതെ ആ ക്യാബിനിലേക്ക് ഒന്ന് കയറി നോക്കാൻ അവൾക്ക് തോന്നി. ചെറിയൊരു സംശയത്തോടെയും മടിയോടെയും അവൾ ഉള്ളിലേക്ക് കാലെടുത്തു വെച്ചതും അവളുടെ കണ്ണുകൾ അത്ഭുതം കൊണ്ട് വിടർന്നു. അവിടുത്തെ മേശക്കെതിർവശത്തുള്ള ചുവരിൽ സാഹിത്യയുടെ ഒരു ഫ്രെയിം ചെയ്ത ചിത്രം ഉണ്ടായിരുന്നു. ആരോ എടുത്തൊരു ഫോട്ടോയായിരുന്നു അത്. അതിലേക്ക് തന്നെ നോക്കി നിന്നപ്പോൾ താൻ എന്തിനാണ് ഇങ്ങോട്ട് വന്നെന്ന കാര്യം പോലും അവൾ മറന്നുപോയി. അവൾ ആ ക്യാബിൻ ശരിക്കും അവിടെ നിന്ന് സൂക്ഷിച്ചു നോക്കിയപ്പോൾ അവിടെ അവളുടെ സ്വന്തം പേര് തന്നെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. നെഗറ്റീവായ ചിന്തകളോടെ അവൾ പരിഭ്രമത്തോടെ പുറകോട്ട് നടന്നു. അപ്പോഴാണ് അവൾ ഒരു ശബ്ദം കേട്ടത്. അവൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. അവിടെ വിജയ് നിൽക്കുന്നുണ്ടായിരുന്നു. ക്യാബിനിലേക്ക് വന്നവൻ വളരെ തീക്ഷ്ണമായ നോട്ടത്തോടെ അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു, ഇപ്പോൾ നീ സന്തോഷവതിയാണോ? അവളുടെ മുഖത്ത് ആകെ ഒരു ആശയക്കുഴപ്പം നിറഞ്ഞു. എന്താ? ഞാൻ എന്തിനാ സന്തോഷമായിരിക്കേണ്ടത്? ശരിക്കും നിങ്ങൾ ആരാണ്? ഞാൻ നിങ്ങളുടെ ഭർത്താവിൻ്റെ കൂട്ടുകാരനാണ്, വിജയ്. ഞാൻ എന്തിനാണ് നിങ്ങൾ സന്തോഷത്തിലാണ് എന്ന് ചോദിച്ചെന്ന് വെച്ചാൽ
കാർത്തിക് നമ്മുടെ അടുത്തു നിന്നും പോയല്ലോ. അവൻ എന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കാതെ സാഹിത്യ അവിശ്വാസത്തോടെ ധരിച്ചു നിന്നുപോയി. സത്യമാണ്, അവന് തെറ്റുപറ്റി. പക്ഷേ താൻ ചെയ്ത തെറ്റോർത്ത് അവൻ ഒരുപാട് വിഷമിച്ചിരുന്നു. അതിലുമപ്പുറം പശ്ചാത്താപം അവനുണ്ടായിരുന്നു. ആ സമയത്ത് നിങ്ങൾ ഒരു വേലക്കാരിയായിരുന്നതുകൊണ്ട് പണത്തിന് വേണ്ടിയാണ് നിങ്ങൾ അവനെ കല്യാണം കഴിച്ചതെന്ന് ആര് വേണമെങ്കിലും കരുതാമല്ലോ. അവന് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ആ ദേഷ്യം മുഴുവൻ കാണിച്ചത്. അവനൊരു വേലക്കാരിയാണ് വിവാഹം കഴിച്ചത്. താൻ വിചാരിച്ച പോലെയുള്ള ഒരു ആദർശവതിയായ പെൺകുട്ടിയല്ല എന്ന് പറഞ്ഞ് ഞങ്ങളുടെ കൂട്ടുകാരിൽ പലരും അവനെ ഒരുപാട് കളിയാക്കിയിരുന്നു. അതവൻ്റെ ദേഷ്യം ഇരട്ടിപ്പിച്ചു. പക്ഷെ അത്രയും ദേഷ്യത്തിൽ ഇരിക്കുമ്പോൾ പോലും അവൻ നിങ്ങളെ എപ്പോഴെങ്കിലും ഒന്ന് കൈവച്ചിട്ടുണ്ടോ? ഇല്ല. ഉണ്ടോ ഇല്ലയോ? എന്നാൽ നിങ്ങളുടെ വില മനസ്സിലാക്കിയപ്പോൾ നിങ്ങളോട് ക്ഷമ ചോദിച്ചൊരു പുതിയ ജീവിതം തുടങ്ങണം എന്നവൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അന്ന് തൊട്ട് നീ അവനോട് ദേഷ്യം കാണിച്ചു കൊണ്ടേയിരിക്കുകയാണ്. നീ ചെയ്യുന്നത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അവൻ നിന്നോട് ഇപ്പോൾ എത്രത്തോളം ആത്മാർത്ഥത കാണിക്കുന്നുണ്ടെന്ന് നിനക്ക് തോന്നുന്നില്ലേ? നിനക്ക് അവന് മാപ്പ് കൊടുത്തുകൂടെ? നിനക്ക് എന്തൊക്കെ വേണോ അതെല്ലാം തരാൻ അവൻ തീരുമാനിച്ചു കഴിഞ്ഞു. ദാ ഇതൊന്ന് നോക്കൂ. അയാൾ അവൾക്ക് വിവാഹമോചന പേപ്പറുകൾ കൈമാറി. അവൻ ഈ പേപ്പറുകൾ ഒപ്പിട്ട് കഴിഞ്ഞു. തൻ്റെ CEO പദവി പോലും നിനക്ക് നൽകണം. നിനക്ക് ഇതിലും നല്ല വിദ്യാഭ്യാസം കിട്ടാൻ എന്തൊക്കെ വേണോ അതെല്ലാം ചെയ്തു തരണം എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടാണ് അവൻ പോയത്. നിന്നെ ഇത്രയും വേഗം ആ CEO സ്ഥാനത്തിരുത്തണമെന്നും പറഞ്ഞു. അവന് നിന്നോട് വെറുമൊരു ഇഷ്ടം മാത്രമാണെന്നാണ് ഞാൻ ആദ്യം കരുതിയത്. പക്ഷെ അവൻ നിന്നെ വാക്കുകൾക്കപ്പുറം സ്നേഹിക്കുന്നുണ്ടെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. നീ ഒറ്റയ്ക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടരുതെന്ന് കരുതി എല്ലാവരുടെയും മുന്നിൽ അവൻ സ്വയം ഒരു മോശക്കാരൻ എന്ന മുദ്ര കുത്തിക്കൊണ്ട് തൻ്റെ കുടുംബത്തെ പോലും ഉപേക്ഷിച്ചാണ് ഇറങ്ങിത്തിരിച്ചത്. അവൻ്റെ മാതാപിതാക്കളോട് കള്ളം പറയാൻ അവൻ ആവശ്യപ്പെട്ടു. തനിക്ക് തന്നെയാണ് ഡിവോഴ്സ് വേണ്ടതെന്നും മറ്റൊരു പെൺകുട്ടിയുമായി അഫയർ ഉണ്ടെന്നും അതുകൊണ്ടാണ് ഇപ്പോൾ ഭാര്യയെ വേണ്ടെന്ന് പറയുന്നതെന്നും എല്ലാവരോടും ചെന്ന് പറയാനാണ് അവൻ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞാൽ അവൻ്റെ സ്വന്തം മാതാപിതാക്കൾക്ക് അവനോട് കടുത്ത ദേഷ്യം തോന്നുമല്ലോ എന്ന് ചോദിച്ചപ്പോൾ തന്നെക്കുറിച്ച് ഓർത്ത് ഒട്ടും വിഷമിക്കേണ്ടെന്നാണ് അവൻ മറുപടി നൽകിയത്. നിന്നെ എല്ലാവരും നന്നായി നോക്കിക്കോളും. അതുകൊണ്ട് നീ ഇപ്പോൾ സന്തോഷമായിരിക്കൂ സാഹിത്യ. നിന്റെ സന്തോഷത്തിന് വേണ്ടി നിന്റെ ജീവന തുല്യം സ്നേഹിച്ച ഒരാളെയാണ് നീ ശരിക്കും നഷ്ടപ്പെടുത്തിയത്. വികാരബാധിതയോടെ സംസാരിച്ച അവൻ്റെ ശബ്ദം ഇടറിപ്പോയിരുന്നു. അവിടെ നിന്നും പോകാനായി വിജയ് തിരിഞ്ഞപ്പോൾ പെട്ടെന്നാണ് സാഹിത്യ അവൻ്റെ കൈകളിൽ പിടികൂടിയത്. അതുവരെ അവൾ തൻ്റെ കണ്ണീരടക്കാൻ പാടുപെടുകയായിരുന്നു. ഒടുവിൽ കാർത്തികിനോടുള്ള പ്രണയം അവളുടെ ഹൃദയത്തെ അത്രമേൽ ഉലച്ചപ്പോൾ അടുത്ത ഭയത്തോടെ അവൾ ചോദിച്ചു, എനിക്ക് കാർത്തികിനെ വേണം. ദയവ് ചെയ്തവൻ ഇപ്പോൾ എവിടെയുണ്ടെന്ന് എന്നോട് പറയും. വിജയ് ഒരു നിമിഷം മൗനമായി നിന്നു. പിന്നീട് തികച്ചും മടിയോടെ അവൻ മറുപടി നൽകി, എനിക്കറിയില്ല. അവൻ ഇതിനകം തന്നെ എങ്ങോട്ടോ ദൂരേക്ക് പോയി കഴിഞ്ഞു. അത്രയും പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ കൈ പിന്നിലേക്ക് വലിക്കാൻ ശ്രമിച്ചു. പ്ലീസ് വിജയ് സാർ, ഞങ്ങളുടെ ഇടയിൽ എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് നന്നായി അറിയാം. അതിൻ്റെ അർത്ഥം എന്താണെന്നും നിങ്ങൾക്ക് കൃത്യമായി അറിയാം. കാർത്തിക് ഇപ്പോൾ എവിടെയാണെന്നോ എങ്ങോട്ടാണ് പോകുന്നതെന്നോ അവൾ തൻ്റെ സങ്കടം മുഴുവൻ പുറത്തെടുത്തു. എന്തിന്? നീ അവനെ സ്നേഹിക്കുന്നത് പോലെ ചോദിക്കുകയാണ്. പക്ഷെ നീ അഭിനയിക്കുകയല്ലേ? എൻ്റെ കണ്ണിൽ വരുന്ന ഈ കണ്ണീര് നിങ്ങൾക്ക് വെറും അഭിനയമായിട്ടാണ് തോന്നുന്നത്, അതോ സ്നേഹം കൊണ്ട് നിറഞ്ഞതാണെന്ന് തോന്നുന്നുണ്ടോ? അവൾ അങ്ങനെ പറഞ്ഞത് വിജയുടെ നാവിൽ നിന്ന് പിന്നീട് ഒരു വാക്കും വന്നില്ല. പക്ഷെ അവളുടെ സ്നേഹത്തിൻ്റെ കാര്യത്തിൽ സത്യം എന്താണെന്ന് പുറത്തു വന്നു. ഫ്ലൈറ്റിൽ യാത്രക്കാർ എല്ലാവരോടും ആവേശത്തോടെ സീറ്റ് ബെൽറ്റുകൾ ഇട്ടിരിക്കുമ്പോൾ കാർത്തിക് ഒരു ദീർഘശ്വാസമെടുത്ത് കൈകൾ സീറ്റിൻ്റെ കൈപ്പിടിയിൽ അവൻ അമർത്തിപ്പിടിച്ചു. അവൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ അടങ്ങാതെ ഒഴുകിക്കൊണ്ടിരുന്നു. ജനാലയിലൂടെ അവൻ പുറത്തേക്ക് നോക്കി. എല്ലാം ഉപേക്ഷിച്ചു പോകണമെന്ന് തൻ്റെ തീരുമാനത്തിൻ്റെ ഭാരം കൊണ്ട് അവൻ്റെ ഹൃദയം വിങ്ങുകയായിരുന്നു. ഫ്ലൈറ്റ് അറ്റൻഡർമാർ നിശബ്ദരായി തങ്ങളുടെ അവസാന നിമിഷത്തെ ജോലികൾ ചെയ്യുകയാണ്. ടോക്കോഫിന് തയ്യാറെടുക്കും അവരുടെ ശബ്ദങ്ങളൊന്നും ഇനി കാർത്തികൻ്റെ കാതുകളിൽ വീഴില്ല. കണ്ണീർ നിറഞ്ഞ കണ്ണുകൾ അവൻ മെല്ലെ അടച്ചു. ഫ്ലൈറ്റ് പുറപ്പെടുന്ന ആ നിമിഷം സാഹിത്യയുടെ മുഖം അവൻ്റെ മുന്നിൽ മിന്നിമറഞ്ഞു. അവൻ്റെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണീർ താഴെ കടർന്നു വീണു. അവൻ സ്വയം മന്ത്രിച്ചു, എനിക്ക് നിന്നെ പിരിഞ്ഞു പോകണമെന്ന് ഒട്ടുമില്ലായിരുന്നു സാഹിത്യ. എൻ്റെ മാതാപിതാക്കളെയും ഐ ആം സോറി. അപ്പോഴാണ് ആ അനൗൺസ്മെൻറ്റ് വന്നത്. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, നമുക്ക് പ്രതീക്ഷിക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. അതുകൊണ്ട് ഫ്ലൈറ്റ് പുറപ്പെടാൻ കുറച്ച് മിനിറ്റുകൾ വൈകും. അവന് ചുറ്റുമിരുന്ന യാത്രക്കാരെല്ലാം പരസ്പരം പെറുപുറുക്കാൻ തുടങ്ങി. അപ്പോഴാണ് പെട്ടെന്നൊരു പെൺകുട്ടി തിടുക്കത്തിൽ അകത്തേക്ക് വന്നത്. അവളെ നോക്കിക്കൊണ്ട് എല്ലാവരും കുറച്ച് ഉച്ചത്തിൽ തന്നെ സംസാരിച്ചു തുടങ്ങി. ഇത് കേട്ട് കാർത്തിക് സംശയത്തോടെ കണ്ണു തുറന്നു നോക്കി. അപ്പോഴേക്കും സാഹിത്യ അകത്തേക്ക് വന്നിരുന്നു. അവൾ പരിഭ്രമത്തോടെ ഓരോ സീറ്റുകളിലേക്കും കണ്ണോടിച്ച് ആരെയോ തിരയുകയായിരുന്നു. മുഖത്തെ വിയർപ്പ് തുടക്കുന്ന അവളെ കണ്ടവൻ അത്ഭുതപ്പെട്ടുപോയി. തൊട്ടടുത്ത നിമിഷം അവളുടെ കണ്ണുകൾ കാർത്തികിൻ്റെ കണ്ണുകളുമായി ഉടക്കി.
ഉടനെ അവൾ കരഞ്ഞുകൊണ്ട് അവൻ്റെ അകത്തേക്ക് ഓടി വന്നു. കാർത്തിക് ആകെ ആശയക്കുഴപ്പത്തിലായി. അവൻ തൻ്റെ സീറ്റ് ബെൽറ്റ് അഴിച്ച് എഴുന്നേറ്റു. സാഹിത്യ കരഞ്ഞുകൊണ്ട് ഓടി വന്ന് അവനെ കെട്ടിപ്പിടിച്ചു. അവനെ കൈവിട്ടാൽ അവൻ എങ്ങോട്ടോ അപ്രത്യക്ഷനായി പോകും എന്നതുപോലെ. ഞാൻ നിന്നെ പോകാൻ സമ്മതിക്കില്ല എന്നവൾ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. അവൻ അവളെ തിരികെ കെട്ടിപ്പിടിക്കാൻ തുടങ്ങിയപ്പോഴും അവൻ്റെ തൊണ്ടിൽ എന്തോ വന്ന ഭയം അടർന്നതുപോലെ തോന്നി. അവൾ പെട്ടെന്ന് ആ കെട്ടിപ്പിടുത്തിൽ നിന്നും മാറി കണ്ണീർ തുടച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി. കാർത്തിക്, എനിക്ക് വേണ്ടി എല്ലാം ഉപേക്ഷിച്ചു പോകാൻ നീ എങ്ങനെയാ ഇത്ര പെട്ടെന്ന് തയ്യാറായത്? എനിക്ക് ഇപ്പോഴാ കാര്യം മനസ്സിലാവുന്നത്. നീ എന്തിനാ പെട്ടെന്ന് എൻ്റെ കമ്പനിയുടെ CEO ആക്കണമെന്ന് വാശി പിടിച്ചതെന്നും നിന്റെ സ്ഥാനത്ത് എന്നെ ഇരുത്തി നീ ഇവിടെ നിന്നും ദൂരേക്ക് പോകാൻ മുൻകൂട്ടി തീരുമാനിച്ചതെന്നും എനിക്കിപ്പോൾ കൃത്യമായി മനസ്സിലായത്. അവൾ പറഞ്ഞത് സത്യമാണെന്ന് സമ്മതിച്ചുകൊണ്ട് അവൻ കണ്ണീരടക്കി തലയാട്ടി. സാഹിത്യ, എനിക്ക് നിന്നെ ഒറ്റക്കാക്കി പോകാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. പക്ഷെ നിനക്കിപ്പോഴും എന്നോടൊട്ടും ഇഷ്ടമില്ലല്ലോ. നീ എന്നെ അത്രയധികം വെറുക്കുകയല്ലേ? ഞാൻ എൻ്റെ പരമാവധി ശ്രമിച്ചു നോക്കി. എന്നിട്ടും നീ ഒരിക്കൽ പോലും എൻ്റെ അകത്തേക്ക് വരാൻ കൂട്ടാക്കിയില്ല. ഞാൻ കാരണം നിന്റെ ജീവിതം വെറുതെ നശിച്ചു പോവുകയാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഏറ്റ അനുജന്മാരും സ്നേഹവും കിട്ടും നിനക്കെന്നും കൂടെ ഉണ്ടാകാൻ ഞാൻ തീരുമാനിച്ചു. അവർക്കൊപ്പം നിനക്ക് ജീവിക്കാം. എൻ്റെ CEO പദവിയും ഞാൻ നിനക്കായി മാറ്റിവെച്ചു. ഭാവിയിൽ നിനക്ക് മറ്റൊരു വിവാഹം കഴിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഭാഗത്തു നിന്നും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകരുത് എന്ന് കരുതി ഞാൻ നിനക്കുള്ള വിവാഹമോചന പത്രവും ഒപ്പിട്ട് കഴിഞ്ഞു. ഇത് കേട്ടതും അവൾ അവൻ്റെ കവിളത്തൊന്നും അടിച്ചു. എന്നാൽ അതത്ര കഠിനമായ ഒന്നായിരുന്നില്ല. അവളുടെ മുഖത്ത് ഒരുപാട് വികാരങ്ങൾ മാറി മറിയുന്നുണ്ടായിരുന്നു. ആ സമയത്ത് വിജയും അങ്ങോട്ട് എത്തിച്ചേർന്നു. നിന്നെ ഞാൻ കൊന്നുകളയും. ഞാൻ വേറൊരാളെ ഒരിക്കലും കല്യാണം കഴിക്കില്ല. കാരണം ഞാൻ നിന്നെ അത്രയധികം സ്നേഹിക്കുന്നുണ്ട്. ഞാൻ നിന്നെ എത്രമാത്രം അവഗണിച്ചിട്ടും നിന്നെ വേദനിപ്പിക്കാൻ നോക്കിയപ്പോഴൊക്കെയും നീ എന്നെ സഹിക്കുകയല്ല ചെയ്തത്. ഒരു കാരണവുമില്ലാതെ ഞാൻ നിന്നെ ചീത്ത വിളിച്ചപ്പോൾ പോലും നീ എന്നോട് ഉച്ചത്തിൽ സംസാരിച്ചിട്ട് പോലുമില്ല. എന്നോടുള്ള നിന്റെ ആ സ്നേഹമാണ് എന്നെയും നിന്റെ പ്രണയത്തിലാക്കിയത്. നീ നിന്റെ സ്നേഹം കൊണ്ട് എൻ്റെ ദേഷ്യമെല്ലാം സഹിച്ചപ്പോൾ എൻ്റെ അഹംഭാവം കാരണം എനിക്ക് അത്ര പെട്ടെന്ന് അംഗീകരിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് എനിക്ക് നിന്നോട് ക്ഷമിക്കാൻ കഴിയാതെ പോയത്. പക്ഷെ ഇന്നലെ രാത്രി ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു, ഇനിയെല്ലാം ഇവിടെ കൊണ്ട് നിർത്തണമെന്ന്. അങ്ങനെയാണ് ഇന്ന് നിന്നോടുള്ള എൻ്റെ സ്നേഹം ഞാൻ ഇങ്ങനെ തുറന്നു പറയുന്നത്. കാർത്തിക്, ഞാൻ നിന്നോട് പണ്ടേ ക്ഷമിച്ചതാണ്. പക്ഷെ അത് പുറത്ത് കാണിച്ചില്ലെന്ന് മാത്രം. ഇപ്പോൾ പ്ലീസ് നീ എങ്ങോട്ടും പോകരുത്. എൻ്റെ കൂടെ വീട്ടിലേക്ക് വാ. തൻ്റെ ഭാര്യ തന്നോട് ക്ഷമിച്ചെന്നും തന്നെ അത്രയധികം സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ കാർത്തിക് സന്തോഷം കൊണ്ടും വികാരങ്ങൾ കൊണ്ടും ശ്വാസം അടക്കി പിടിച്ചു. എനിക്ക് നിന്നെ ഇട്ടിട്ട് എങ്ങോട്ടും പോകാൻ കഴിയില്ല. ഐ ലവ് യു പൊണ്ടാട്ടി, അവളുടെ ആ ചിരി കണ്ടവൻ പറഞ്ഞു. ശരിക്കും? അവൻ്റെ ആ വാക്കുകൾ കേട്ടതും അവൾ വികാരധീനയായി. അവളുടെ കൈകൾ അവൻ്റെ തോളുകളിൽ അമർന്നു. കാൽവിരലുകൾ ചെറുതായി പൊന്തിക്കൊണ്ട് അവൻ്റെ ഉയരത്തിനൊപ്പം എത്തി. അവൾ അവൻ്റെ കാൽ എഴുമ നൽകി. അതവൻ്റെ ഹൃദയമിടിപ്പ് പെട്ടെന്ന് കൂട്ടി. അവനും അവളുടെ രൂപം മുഖവും കൈകളിൽ കോരിയെടുത്ത് കണ്ണുകളിലേക്ക് നോക്കി. അവളുടെ ചുണ്ടുകളിൽ ചുംബിക്കാൻ തുടങ്ങുകയായിരുന്നു. എന്നാൽ അപ്പോഴേക്കും അവർ വീണ്ടും ഒന്നായത് കണ്ട് വിമാനത്തിലുണ്ടായിരുന്ന ബാക്കി എല്ലാവരും സന്തോഷത്തോടെ കൈയടിക്കാൻ തുടങ്ങി. എല്ലാവരുടെയും ശ്രദ്ധ തങ്ങളിലാണെന്ന് മനസ്സിലാക്കിയതും സാഹിത്യയുടെ മുഖത്ത് നാണം വന്നു. എന്നാൽ കാർത്തിക് വളരെ അഭിമാനത്തോടെയും സ്നേഹത്തോടെയും അവളുടെ താടിയിൽ പതുക്കെ പിടിച്ച് അവളുടെ കണ്ണുകൾ തൻ്റെ കണ്ണുകളിലേക്ക് തന്നെ തിരിച്ചു. ഐ ലവ് യു സാഹിത്യ, ഞാൻ ഒരിക്കലും കൈവിടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. തുടർന്ന് അവളുടെ കൈവിരലുകളിൽ ചേർത്ത് പിടിച്ച് നമുക്ക് വീട്ടിലേക്ക് പോകാം എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി. കുറച്ച് മാസങ്ങൾക്ക് ശേഷം സാഹിത്യ ഇപ്പോൾ 3 മാസം ഗർഭിണിയാണ്. അവൾ കിച്ചണിലേക്ക് കാലെടുത്ത് വെച്ചതും കണ്ട കാഴ്ച കണ്ട് അവളുടെ കണ്ണുകൾ തള്ളിപ്പോയി. അവിടെ സാധനങ്ങളെല്ലാം വലിച്ചു വാരിയിട്ടിരിക്കുന്നു. തറയിലാകെ മാവ് തൂവിക്കിടക്കുകയാണ്. ശരിക്കും കാർത്തിക് അവൾക്കായി ചപ്പാത്തി ഉണ്ടാക്കാൻ റെഡിയാവുകയായിരുന്നു. അപ്പോൾ കാർത്തിക്, ഇതെന്താ അടുക്കളയാണെന്ന് വിചാരിച്ചോ അതോ നിന്റെ ക്യാബിനാണെന്ന് വിചാരിച്ചോ? അവളുടെ ആ വച്ച കേട്ടവൻ ഒന്ന് ഞെട്ടിപ്പോയി. വേഗം പുറകോട്ട് തിരിഞ്ഞു നോക്കി. അവൾ അടുക്കളയിലേക്ക് വരുന്നത് കണ്ടപ്പോയി ആകെ താറുമാറായി കിടക്കുന്ന അടുക്കള അവൾ കണ്ടുപിടിച്ചു എന്ന് അവന് മനസ്സിലായി. ഇനി വീണ്ടും വഴക്ക് കേൾക്കേണ്ടി വരും എന്ന് പേടിച്ചവൻ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ഒരു ശ്രമം നടത്തി. ഐ ആം സോറി പൊണ്ടാട്ടി, എന്തോ കുറച്ച് മാവ് താഴെ വീണുപോയി, അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ വലിച്ചു ചിരിച്ചു. പക്ഷെ ആ ദേഷ്യം കൊണ്ട് പല്ല് കടിച്ചു. ആ സമയത്താണ് ആ വഴി പോയ രാഘവയെ ഇതൊക്കെ കണ്ടത്. കാണുമ്പോൾ തന്നെ പുള്ളിക്കാരൻ്റെ കാര്യം മനസ്സിലായി. കാർത്തിക് വീണ്ടും എന്തോ ഒപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്ന്. തുടക്കത്തിൽ രാഘവയ്ക്ക് കുറിച്ച് എന്തെല്ലാം സംശയങ്ങൾ ഉണ്ടായിരുന്നു, അതെല്ലാം ഇപ്പോൾ പതുക്കെ പതുക്കെ മാറി വരുന്നുണ്ട്. ഇപ്പോൾ ലളിതമ്മയുടെ ആരോഗ്യത്തിലും നല്ല മാറ്റമുണ്ട്. എന്താ അത്രയേ ഉള്ളൂ എന്നോ?
ഞാൻ നിന്നോട് എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് കാർത്തിക്, നീ പാചകം ചെയ്യാൻ നിൽക്കരുതെന്ന്. നീ കൈവച്ചാൽ അടുക്കള ആകെ കുളമാകും. അവൾ കയ്യിലുണ്ടായിരുന്ന ശൂന്യമായ കുപ്പി അവൻ്റെ നേരെ വലിച്ചെറിഞ്ഞു. പക്ഷെ അവൻ അത് സ്വാർത്ഥമായി കേച്ചു പിടിച്ചു. അയ്യോ, എന്നോട് ക്ഷമിക്കൂടോ. ഞാൻ വെറുതെ എൻ്റെ കൈപ്പുണ്യം ഒന്ന് കാണിച്ചു തരാം എന്ന് വിചാരിച്ച അത്രയേ ഉള്ളൂ. അവൻ വളരെ നിസ്സാരമായി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീണ്ടും അങ്ങനെയൊക്കെ തന്നെ പറയില്ലേ നീ എന്ന ദേഷ്യത്തോടെ ചോദിച്ചുകൊണ്ട് കയ്യിൽ കിട്ടിയതെന്തും അവൾ അവൻ്റെ നേരെ എറിയാൻ തുടങ്ങി. കാർത്തിക് ചിരിച്ചുകൊണ്ട് അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറുകയായിരുന്നു. ഇത് അവർക്കിടയിൽ എപ്പോഴും നടക്കുന്ന സാധാരണ വഴക്കുകളിൽ ഒന്നാണ്. ഇതൊക്കെ നോക്കിക്കൊണ്ട് രാഘവയ്യ തലയനയ്ക്ക് അയാൾ ചെറുതായി നെടുവേർപ്പിട്ടുകൊണ്ട് അടുത്ത് തന്നെ വന്ന് നിന്ന് സ്നാക്സ് കഴിച്ചുകൊണ്ട് ഇവരെ തന്നെ നോക്കുകയായിരുന്നു. ലളിതമായി നോക്കി. അവൻ ഒട്ടും മാറിയിട്ടില്ല, അയാൾ അവളോട് പറഞ്ഞു. അവൾ അയാളെ നോക്കി ഇങ്ങനെ മറുപടി നൽകി. അവൻ നിങ്ങളുടെ അതേ സ്വഭാവമല്ലേ, പിന്നെ എങ്ങനെ മാറും? മറന്നുപോയോ, ഞാൻ ഗർഭിണിയായിരുന്ന സമയത്ത് നിങ്ങളും ഇതുപോലെ തന്നെയല്ലേ അടി വാങ്ങിക്കൂട്ടിയിരുന്നത്? ലളിതമ്മ ചിരിച്ചുകൊണ്ട് ഓർമ്മിപ്പിച്ചു. അത് കേട്ടപ്പോൾ രാഘവയ്യക്കും ശരി വന്നു. തൻ്റെ പഴയകാല ഓർമ്മകൾ മനസ്സിലേക്ക് ഓടിയെത്തിയപ്പോൾ അയാൾക്ക് ചിരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല.